ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് സ്റ്റഡി ഹബ്. കൊമേഴ്സ് സ്റ്റഡി ഹബ് എന്ന ചാനലിലെ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ബികോം റിലേറ്റഡ് സബ്ജക്ട്സിൻ്റെ വീഡിയോസാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. സബ്ജക്ട്സ് റിലേറ്റഡ് വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബികോം സെക്കൻഡ് സെമസ്റ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, നമ്മുടെ മേജർ കോഴ്സായ സെക്കൻഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സായ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഈ പ്ലേലിസ്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. നമ്മുടെ സബ്ജക്റ്റ് പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നാണ്. ഇത് നമുക്കൊരു മേജർ കോഴ്സായിട്ടാണ് നമുക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. സിലബസിൽ 5 ചാപ്റ്ററുകളാണുള്ളത്. ഈ 5 ചാപ്റ്ററുകളും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മുൻ വർഷങ്ങളിൽ പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലൊക്കെ ആയിട്ട് പഠിച്ച ബേസുകൾ കൂടി കണക്ട് ചെയ്തിട്ടാണ് ഈ ചാപ്റ്ററുകൾ തുടങ്ങുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അതിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കൂടുതൽ ആസ്പെക്റ്റുകളും മനസ്സിലാക്കി അതിനനുസരിച്ച് അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി നിങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ സബ്ജക്റ്റിൻ്റെ മെയിനായിട്ടുള്ള മോട്ടീവ്. അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങളുടെ സിലബസ് വരുന്നത് ഇതാണ് സിലബസ്. ഇതിൽ 5 ചാപ്റ്ററുകളോളം വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു സിംഗിൾ എൻട്രി സിസ്റ്റം, ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ്, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. അത് ഷെഡ്യൂൾ 3 പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് പ്രാക്ടീസ് എക്സസൈസുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മൊഡ്യൂളുകളിൽ വരുന്നത്. ഇതിൽ ആദ്യമായിട്ട് വരുന്ന മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. ഇൻട്രൊഡക്ഷൻ ടു സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന പേരിലാണ് ഫസ്റ്റത്തെ ചാപ്റ്റർ കിടക്കുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ കുറച്ച് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തരുന്ന നോട്ട്സ് കൃത്യമായിട്ട് പഠിച്ച്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ നോട്ട്സ് നിങ്ങളുടെ നോട്ടുകളിലേക്ക് പകർത്തി എഴുതുകയോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം സമയത്ത് കൂടുതൽ റിവൈസ് ചെയ്യാനൊക്കെ ആയിട്ട് അതിന് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് എന്തൊക്കെയാണോ, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രം തിരഞ്ഞെടുത്തിട്ടാണ് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്തിരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ആ നോട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ, ഇൻട്രൊഡക്ഷൻ ടു സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിലബസാണ്, ഈ ഡീറ്റെയിൽഡ് സിലബസാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡെഫിനിഷൻ ഉണ്ട്, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, പിന്നെ ഡബിൾ എൻട്രി സിസ്റ്റവും സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെയും ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്, പിന്നെ ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം, പിന്നെ നമ്മുടെ ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിംഗിൾ എൻട്രിയിൽ എങ്ങനെയാണ് P&L കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിൻ്റെ, പിന്നെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണേ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് അക്കൗണ്ട്സ് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അക്കൗണ്ട്സിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ തരമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് പഠിക്കാനുള്ള എല്ലാ ചാപ്റ്ററുകളും നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻസ് ആണ്. അപ്പോൾ ബേസ് അറിയാതെ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ കുറച്ച് മെയിനായിട്ടുള്ള കുറച്ച് 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ, ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ പറയുകയാണ്. അത് നിങ്ങൾക്ക് ലൈഫിലോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതിലൊന്നാമത്തെ കാര്യം ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 പഠിച്ച കാര്യം തന്നെയാണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. എന്താണോ വരുന്നത്, നമുക്ക് വരുന്ന സാധനത്തിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന സാധനത്തിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ എല്ലാ എക്സ്പെൻസുകളെയും ഡെബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വരുന്ന എല്ലാ എല്ലാ വരുമാനങ്ങളും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അതുപോലെ ഡെബിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ റിസീവറിനെ വേണം നമ്മൾ ഡെബിറ്റ് ചെയ്യാനായിട്ട്, ഗീവറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇത് നമ്മൾ പ്ലസ് 2 മുതൽ കാണാണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കാണാണ്ട് പഠിച്ചാൽ പോരാ, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ ഈ ഒരു ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് തീരുന്നത് ഇത് തീരുമല്ല. നമ്മുടെ ബികോമിൽ ഏത് സബ്ജക്ട്സ് പഠിക്കുകയാണെങ്കിലും ഈ ഒരു ആസ്പെക്റ്റ് നമുക്ക്
നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്റ്റുഡൻസ് ആരും ഈ ഒരു കാര്യം മറക്കാതെ പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. സയൻസ് എടുത്തിട്ട് ബികോമിന് വരുന്ന സ്റ്റുഡൻസ് ആയാലും അവരൊക്കെ ഇത് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ റിയൽ അക്കൗണ്ട് എന്താണ്? ഇത് നമ്മുടെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ്സിന് ലൈബിലിറ്റീസിനെയൊക്കെ ട്രാക്ക് ചെയ്യുന്ന അക്കൗണ്ട്സാണ് റിയൽ അക്കൗണ്ട്സ്. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, ഇതൊക്കെ നമ്മുടെ അസറ്റ്സ് ആണ്. ഈ അസറ്റ്സിനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് അക്കൗണ്ട്സ് വേണം. ബാലൻസ് ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റിയൽ അക്കൗണ്ട്സിൽ ആവശ്യമുണ്ട്. പിന്നെ നോമിനൽ അക്കൗണ്ട് ഉണ്ട്. എന്താണ് നോമിനൽ അക്കൗണ്ട്? നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം, നമുക്ക് വരുന്ന വരുമാനങ്ങളും നമുക്ക് വരുന്ന ചിലവുകളും ഒക്കെ നമ്മൾ റെക്കോർഡിക്കലി നമ്മൾ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട്സാണ് നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഓർത്ത് വയ്ക്കുക. നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ സിംഗിൾ എൻട്രി സിസ്റ്റം, ഇൻട്രൊഡക്ഷൻ ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കിത് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് കിടക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിലേക്ക് തന്നെയാണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാപ്റ്ററിന് കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളുണ്ട്, നമുക്കതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ വരാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മോഡേൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന കാര്യം, നമ്മളിപ്പോൾ ചെയ്യുന്ന അക്കൗണ്ടിങ് ഒക്കെ ഡബിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യണത്, സിംഗിൾ എൻട്രി സിസ്റ്റം അല്ല. പക്ഷേ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എന്താ, നമ്മൾ നമ്മുടെ രണ്ട് ആസ്പെക്റ്റുകളും നമ്മളിതിൽ തിരഞ്ഞെടുക്കും. ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും നമ്മൾ റെക്കോർഡ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് പേഴ്സണൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നമുക്ക് റെക്കോർഡിക്കലാക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് റിയൽ അക്കൗണ്ട്, എന്താണ് നോമിനൽ അക്കൗണ്ട് എന്നൊക്കെ. അപ്പോൾ ഈ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ്സിനെയും ലയബിലിറ്റിനെയും റെക്കോർഡിക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടുകളാണ്. നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകംസും എക്സ്പെൻസുകളും റെക്കോർഡിക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട്സ് ആണ്. പിന്നെ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യണതിനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്ററിൻ്റെയും രണ്ട് പേരുടെ ആസ്പെക്ട്സിൽ നിന്നുകൊണ്ട് ഉള്ള അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണതിനാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ സമയം വേണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കോസ്റ്റ് കൂടുതലാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനും അത് കൊണ്ട് നടക്കാനും. അതിന് വേണ്ടിയിട്ട് കുറേ ടൈം നമ്മുടെ കൺസ്യൂം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ കമ്പനീസ്, സ്മോൾ സോൾസ് പ്രൊപ്പറേറ്റേഴ്സും പാർട്ട്ണർഷിപ്പ് ഫേംസൊക്കെ ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന കാര്യം ഒരിക്കലും ഫോളോ ചെയ്യില്ല. അവർക്കിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാനുള്ള കോസ്റ്റ് എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. അതുകൊണ്ട് ഈ സ്മോൾ പ്രൊപ്പറേറ്റേഴ്സും പാർട്ട്ണർഷിപ്പ് ഫേംസും എന്ത് ചെയ്യും, അവരുടെ മണിയും ടൈമും കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലോട്ട് കിടക്കും. അങ്ങനെയാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ കുറേ സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്യണം, കുറേ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ പ്രൊപ്പറേറ്റേഴ്സും അതുപോലെ ചെറിയ ചെറിയ പാർട്ട്ണർഷിപ്പ് ഫേംസും ഒക്കെ എന്ത് ചെയ്യും, സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങളാണ് ഈ ഹൈ കോസ്റ്റും ടൈം കൺസ്യൂമിങ് ആണെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മളാകെ ക്യാഷ് ബുക്കും നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട്സും മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. വേറെ ഒരു തരത്തിലുള്ള അക്കൗണ്ട്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യില്ല. റിയൽ അക്കൗണ്ട് ആയാലും നോമിനൽ അക്കൗണ്ട് ആയാലും ഇതൊന്നും സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യില്ല. നമ്മളിതിലാകെ രണ്ട് അക്കൗണ്ടുകൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ക്യാഷ് ബുക്കും പിന്നെ പേഴ്സണൽ അക്കൗണ്ട്സും മാത്രമേ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അക്കൗണ്ട്സിൽ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ വേറൊരു പേരും കൂടി വിളിക്കും, അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. അങ്ങനെ രണ്ട് പേരുകളിലായിട്ടാണ് ഇത് അറിയണത്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയും, അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നും പറയും. ഈ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു വേർഡാണ്. എന്തുകൊണ്ടാണ് ഇതിനെ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് ചോദിക്കുന്നതിൻ്റെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ച് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വരാനുള്ള കാരണങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. മനസ്സിലായോ? ഇനി നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മീനിങ്ങും ഡെഫിനിഷനൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലോട്ട് കിടക്കാം. എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം? വാട്ട് ഈസ് സിംഗിൾ എൻട്രി സിസ്റ്റം? സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഡസ് നോട്ട് ഫോളോ ദ ഡബിൾ എൻട്രി സിസ്റ്റം. സിമ്പിൾ മീനിങ് ആണല്ല. അതായത് ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്ത, ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾസും അതിൻ്റെ പ്രാക്ടീസസും ഫോളോ ചെയ്യാത്ത സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെ പറയുന്ന പേരാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇതാണ് സിംപിളി സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് അണ്ടർ ദിസ് സിസ്റ്റം, ഈ സിസ്റ്റത്തിൽ
ഓൺലി ദ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻഡ്. അതായത് ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും അക്കൗണ്ട്സ് ഇപ്പോൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ സിസ്റ്റത്തിൽ നമ്മൾ റെക്കോർഡിക്കലാക്കുള്ളൂ. ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് ബുക്കും പേഴ്സണൽ അക്കൗണ്ട്സും മാത്രമേ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ എന്ന്. ശരിയാണ്. അതായത് ഡെപ്റ്റേഴ്സിൻ്റെ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നതാണ് ഈ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഒക്കെ. ഇത് രണ്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അതിൻ്റെ ഒപ്പത്തോടു കൂടെ നമ്മൾ ക്യാഷ് ബുക്കും കൂടി മെയിൻറ്റെയിൻ ചെയ്യും. റിയലും നോമിനലും അക്കൗണ്ട്സുകൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന പറയണം. മനസ്സിലായോ? റിയലും നോമിനലുമായിട്ടുള്ള അക്കൗണ്ട്സുകൾ നമ്മൾ റിമൂവ് ചെയ്യും. അത് റിമൂവ് ചെയ്യാനുള്ള കാരണം എന്താ? അത് നമ്മൾ സിംഗിൾ എൻട്രിയിൽ യൂസ് ചെയ്യില്ല. കാരണം നമുക്ക് കോസ്റ്റ്ലി ആണ്, അതുപോലെ ടൈം കൺസ്യൂമിങ് ആണ്. മനസ്സിലായോ? പിന്നെ അക്കോർഡിംഗ് ടു കോഹ്ലർ, എ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഇൻ വിച്ച് ആസ് എ റൂൾ ഓൺലി റെക്കോർഡ്സ് ഓഫ് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. അതായത് അതിൽ ഫോളോ ചെയ്യുന്ന റൂൾസ് എന്താ? ഓൺലി റെക്കോർഡ്സ് ഓഫ് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ. ക്യാഷും പേഴ്സണൽ അക്കൗണ്ടും മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിങ്ങിനെ പറയുന്ന പേരാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. നിങ്ങൾ ഡെഫിനിഷൻ കാണാതെ പഠിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അത് തന്നെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ നോട്ട്സ് ആക്കി വെച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്താലും മതി, നിങ്ങൾ അതിൽ അടയാളപ്പെടുത്തിയാലും മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ നോട്ട്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ട് നടക്കുക കേട്ടോ. പിന്നെ അടുത്തത് പറയണത് ഇറ്റ് ഈസ് ഓൾവേസ് ഇൻകംപ്ലീറ്റ് ആണെന്നാണ്. ഇൻകംപ്ലീറ്റ് ആണെന്നാണ് പറയുന്നത്. എന്താണ് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാൻ കാരണം? സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. കാരണം എന്താ? റിയൽ അക്കൗണ്ട്സും നോമിനൽ അക്കൗണ്ട്സും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തോടത്തോളം കാലം ആ അക്കൗണ്ട്സ് എല്ലാം ഇൻകംപ്ലീറ്റ് ആണ്. നമ്മുടെ അസറ്റ്സും ലയബിലിറ്റീസും ഇൻകംസും എക്സ്പെൻസും ഒക്കെ കണ്ടുപിടിക്കാതെ അതൊന്നും റെക്കോർഡിക്കലാക്കാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റോ ആണോ ലോസ് ആണോ എന്ന് അറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഈ നോമിനൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. അതിൻ്റെ പേരാണ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ നോമിനൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും ആഡ് ചെയ്താൽ എന്തായി? അതിനെ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ കൺസെപ്റ്റാണ്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റമാണ് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ മൊത്തത്തിൽ തിയറി ആയിരിക്കും. ഈ തിയറീസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു പോവുക. തിയറി കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഫുള്ള്. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷമാണ്, ഇത് പഠിച്ചാലാണ് നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തത് ഫീച്ചേഴ്സ് പറയാം. ആദ്യത്തെ ഫീച്ചർ എന്താ? ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഫോളോ സ്ട്രിക്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റം. ശരിയല്ലേ? ഇതൊരിക്കലും ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്, ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ ഫോളോ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസോ ടൈം കൺസ്യൂമിങ്ങോ കോസ്റ്റോ വരുന്നില്ല. അതുകൊണ്ട് നമുക്കതുകൊണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റം വളരെ എളുപ്പത്തിൽ റെക്കോർഡിക്കലാക്കാനായിട്ട് സാധിക്കും. ഏതൊരു മനുഷ്യനും അക്കൗണ്ടിങ്ങിൽ നോളജ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിന് പകരം സിംഗിൾ എൻട്രി സിസ്റ്റം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഫോളോ സ്ട്രിക്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റം. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്, ഇറ്റ് ഈസ് ഇനാക്യുറേറ്റ്, ഇറ്റ് ഈസ് അൺസയൻറ്റിഫിക് ആൻഡ് അൺറിയലബിൾ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്, ഇനാക്യുറേറ്റ് ആണ്. എന്തുകൊണ്ട് ഇനാക്യുറേറ്റ് ആണെന്ന് പറയുന്നത്? ആക്യുറേറ്റ് ആണെന്ന് പറയാത്തതിൻ്റെ കാരണം എന്താ? നമ്മുടെ P&L ബാലൻസ് ഷീറ്റോ ഒന്നും നമുക്ക് സിംഗിൾ എൻട്രിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ അത് ഇനാക്യുറേറ്റ് തന്നെ ആയിരിക്കും. മനസ്സിലായോ? പിന്നെ അൺസയൻറ്റിഫിക് ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ കറക്റ്റ് മെഷറബിൾ കാര്യങ്ങളൊന്നും എടുത്തിട്ടല്ല ചെയ്യണത്. നമ്മുടെ ഉണ്ടായിരുന്ന ക്യാഷ് ബുക്കിലുണ്ടായിരുന്ന കുറച്ച് കണക്കുകൾ എടുത്ത് എഴുതിയിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണേ. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും ആക്യുറേറ്റ് ആയിരിക്കില്ല, അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ അൺസയൻറ്റിഫിക് ആയിരിക്കും. പിന്നെ അതിൽ പറയണത് അൺറിലയബിൾ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്നാണ്. ഇത് ഒരിക്കലും ഇനാക്യുറേറ്റ്, ഇൻകംപ്ലീറ്റ്, അൺസയൻറ്റിഫിക് ആയതുകൊണ്ട് തന്നെ ഇത് അൺറിലയബിളാണ്. നമുക്കൊരിക്കലും നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ എന്തോരം അസറ്റ്സ് ഉണ്ട്, എന്തോരം ലയബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് കംപ്ലീറ്റ് പിക്ചർ ഓഫ് ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ്
ഡിഫക്റ്റീവ് ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പേര് കൂടി പഠിക്കുകയാണ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പഠിച്ചു. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഇപ്പോൾ ഇതേ മൂന്നാമത്തെ പേരാണ് ഡിഫക്റ്റീവ് ഡബിൾ എൻട്രി സിസ്റ്റം. മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ഡിഫക്റ്റീവ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാൻ കാരണം, അതായത് എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഒരു കംപ്ലീറ്റ് പിക്ചർ നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കില്ല. നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഡിഫക്റ്റീവ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് മൂന്നാമത്തെ ഫീച്ചർ. ഇനി അടുത്ത ഫീച്ചർ പറയുന്നത് എന്താ നോക്കിയേ, ഇറ്റ് ഓൺലി മെയിൻറ്റെയിൻസ് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ്. ഇത് നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചതാണ്, ഞാൻ പിന്നെയും പറയുന്നില്ല. പിന്നെ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. എന്താ ഫ്ലെക്സിബിൾ എന്ന് പറയാൻ കാരണം, ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്ന് പറയാൻ കാരണം എന്താ, നമുക്കിത് എങ്ങനെ വേണമെങ്കിലും റെക്കോർഡിക്കലാക്കാം. നമുക്കൊരു നോട്ട്ബുക്കിൽ പോലെ എഴുതിയാലും നമുക്ക് എളുപ്പത്തിൽ എഴുതി റെക്കോർഡിക്കലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ക്യാഷ് ബുക്കും പേഴ്സണൽ അക്കൗണ്ട്സും മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് വരുന്ന വരവ്, നമുക്ക് പോകുന്ന ചിലവ് എത്ര, നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, ഈ 3 കാര്യങ്ങളെ നമ്മളിതിൽ റെക്കോർഡിക്കലാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഇതൊരിക്കലും കോംപ്ലക്സ് അല്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഓൺലി ടു സ്മോൾ കൺസേൺസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എന്തുകൊണ്ടാണ് സ്മോൾ കൺസേൺസിന് മാത്രം ഇത് സ്യൂട്ടബിലിറ്റി ആവുള്ളൂ എന്ന് പറയണേ? അതായത് എന്തുകൊണ്ടാണ് അത് സ്യൂട്ടബിൾ ആവുള്ളൂ എന്ന് പറയുന്നത് സ്മോൾ കൺസേൺസിന് മാത്രം? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ വലിയ കമ്പനീസാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ അവിടെ എത്രത്തോളം അസറ്റ് ഉണ്ട്, നമുക്ക് എന്തോരം മെഷീനറി ഉണ്ട്, എന്തോരം ഇൻകംസ് വന്നു, എന്തോരം എക്സ്പെൻസ് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. കാരണം ഒരു കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടായി, ലോസ് ഉണ്ടായി എന്നുള്ളത് വലിയ ലാർജ് കമ്പനീസിനെ പറ്റി സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ റെക്കോർഡിക്കലാക്കുന്നത് അവരുടെ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കമ്പനികൾ, ഇപ്പോൾ പലചരക്ക് കട, അതുപോലെ ചെറിയ ചെറിയ ബിസിനസ്സുകൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും ചെയ്ത് ഫോളോ ചെയ്ത് പോകുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ആണെങ്കിൽ പോലും ചെറിയ ചെറിയ ബേക്കറി, അതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്യുക. അതുകൊണ്ട് മാത്രമാണ് സ്മോൾ കൺസേൺസിന് മാത്രം ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് അവോയ്ഡ്സ് റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്. ഇതും ഞാൻ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞതാണ്, ഞാനും പറയണില്ല. റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്താൽ മാത്രമാണ് അതിനെ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് വിളിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. മീനിങ്ങും ഡെഫിനിഷനും പിന്നെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമ്മളിതിൽ പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം കൊണ്ട് നമ്മൾ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സാണ് അച്ചീവ് ചെയ്യാൻ പോണത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നതെന്നാണ് അടുത്തത് പറയുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഡബിൾ എൻട്രി സിസ്റ്റത്തിലായാലും സിംഗിൾ എൻട്രി സിസ്റ്റത്തിലായാലും ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ് നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റം ആയാലും ഡബിൾ എൻട്രി സിസ്റ്റം ആയാലും ഉള്ളത്. പിന്നെ ടു ഓപ്പൺ അക്കൗണ്ട്സ് ആൻഡ് ഒബ്റ്റെയിൻ ദ ബാലൻസസ്. ഇപ്പോൾ നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബാലൻസസ് എത്രയാണെന്നൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. പിന്നെ ടു പ്രിപ്പയർ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ശരിക്കും അതൊരു ലിമിറ്റേഷനാണ്. ശരിക്കും നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്ത്. ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക്കൽ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്. മനസ്സിലായി? നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ്. ട്രയൽ ബാലൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? അരിത്തമെറ്റിക്കൽ ആക്യുറസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണത്. പക്ഷേ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അത് ഒരു ഒബ്ജക്റ്റീവായിട്ട് കൂട്ടാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മുടെ സിലബസിൽ അത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കുക. പിന്നെ ടു അസർടെയിൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ സ്മോൾ കൺസേൺസിൻ്റെ പ്രോഫിറ്റും ലോസും തിരിച്ചറിയാൻ, അത് കണ്ടുപിടിക്കാനായിട്ട് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം നമ്മളെ സഹായിക്കും. പിന്നെ ടു അസർടെയിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സിംഗിൾ എൻട്രി സഹായിക്കും. പിന്നെ ഇത് എന്ത് മിനിമൈസ് ചെയ്യുമെന്ന് പറയണേ? ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. നമ്മുടെ നമുക്ക് ഉണ്ടാവാൻ പോണ ഫ്രോഡുകളെയും എറേഴ്സിനെയും മുന്നിൽ കണ്ട് നമുക്ക് അതൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇതാണ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് പറയാം. നമ്മൾ കുറച്ച് സ്പീഡായിട്ട് പോവുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമ്പിൾ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്.
ശരിയാണ്. നമുക്ക് ഡബിൾ എൻട്രി സിസ്റ്റത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ മെത്തേഡാണ്. നമുക്ക് എഫക്റ്റീവായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും അക്കൗണ്ട്സിനെ പറ്റിയിട്ട് ഒരു ചെറിയ നോളജ് ഉള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പറയുന്നത് ലെസ് കോസ്റ്റ്. ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ തൊട്ടേ പറഞ്ഞിരുന്നു, സിംഗിൾ എൻട്രി സിസ്റ്റം നമുക്ക് ഭയങ്കര കോസ്റ്റ് കുറവായിരിക്കും. ഡബിൾ എൻട്രി സിസ്റ്റം ഹൈ കോസ്റ്റ് ആയതുകൊണ്ടാണ് അവരത് പ്രിഫർ ചെയ്യാതെ ഇത് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ലെസ് കോസ്റ്റാണ്, പിന്നെ എക്കണോമിക്കലാണ്. നമുക്ക് തന്നെ ചെയ്യാം, ഒരാൾക്ക് ആ ബിസിനസ് കൊണ്ട് നടത്തുന്ന ആൾക്ക് തന്നെ ചെയ്യാം. വേറെ സെപ്പറേറ്റ് അക്കൗണ്ടൻ്റ് ആൾക്കാരൊന്നും വെക്കേണ്ട, നമുക്ക് തന്നെ എക്കണോമിക്കലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമായതുകൊണ്ട് അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ എൻ്റർപ്രൈസസ്. സ്മോൾ എൻ്റർപ്രൈസസിനാണ് ഇത് കൂടുതൽ സ്യൂട്ടബിൾ ചെയ്യുക. അതൊരു അഡ്വാൻറ്റേജ് ആണ് ആർക്ക്? സ്മോൾ എൻ്റർപ്രൈസസിന്. പിന്നെ ഇറ്റ് ഈസ് പോസിബിൾ ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ക്വിക്കലി. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അത് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഫീച്ചേഴ്സിൽ പറഞ്ഞതാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണ്. നമുക്ക് കൂടുതൽ കോംപ്ലക്സ് പ്രോസസ്സുകളൊന്നുമില്ല, അതുകൊണ്ട് ചെയ്യാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. ഇതൊക്കെയാണ് അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ലിമിറ്റേഷൻസ് ആണ്. കുറച്ചധികം ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളുടെ പരീക്ഷകളിലൊക്കെ ചോദിച്ചു കൊണ്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ലിമിറ്റേഷൻ നന്നായിട്ട് പഠിക്കുക. അതിൽ ആദ്യത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നതാണ് ഇൻകംപ്ലീറ്റ്. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. ഞാൻ നേരത്തെ ഫീച്ചേഴ്സിലും പറഞ്ഞു ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരു കാര്യം പൂർണ്ണതയിലെത്തില്ല, അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അത് അൺസയൻറ്റിഫിക് ആണ്, അൺസിസ്റ്റമാറ്റിക് ആണ്. പിന്നെ പറയുന്നത് ട്രയൽ ബാലൻസ് കനോട്ട് ബി പ്രിപ്പയർഡ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ട്രയൽ ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട് സിംഗിൾ എൻട്രീസ് സഹായിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ടു അസർട്ടൈൻ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷനായിട്ടും കൊടുത്തിട്ടുണ്ട്. ട്രയൽ ബാലൻസ് കനോട്ട് ബി പ്രിപ്പയർഡ് എന്ന് പറയുന്നത് കാരണം എന്തുകൊണ്ടാണ്? അത് ഇൻകംപ്ലീറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ്. അപ്പോൾ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ട്രയൽ ബാലൻസിൽ എന്താണ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ് വന്നു ചേരുന്നതെങ്കിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ അരിത്തമെറ്റിക്കൽ ആക്യുറസി കനോട്ട് ബി ചെക്ക്ഡ്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് എന്ന് വെച്ചാൽ നോമിനൽ അക്കൗണ്ട്സ് ആർ നോട്ട് മെയിൻറ്റെയിൻഡ്. നോമിനൽ അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസും ഇൻകംസും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, സാധിക്കില്ല. പിന്നെ അടുത്തത് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് കീപ്പ് എ റെക്കോർഡ് ഓഫ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എല്ലാ അസറ്റ്സിനും ലയബിലിറ്റിനും നമുക്ക് റെക്കോർഡിക്കലാക്കാനായിട്ട് ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന സാധനം കനോട്ട് ബി പ്രിപ്പയർഡ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടണം. അപ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതാണ് അവിടെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അഞ്ചാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് കൺസേൺസ്. ലാർജ് കൺസേൺസിന് ഇത് സ്യൂട്ടബിലിറ്റി അല്ല എന്നാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. സ്മോൾ കൺസേൺസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിംഗിൾ എൻട്രി സിസ്റ്റം വെച്ചേക്കുന്നത്. ലാർജ് എൻ്റർപ്രൈസസ് ലൈക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിനൊക്കെ നമുക്ക് എന്തായാലും ഡബിൾ എൻട്രി സിസ്റ്റം തന്നെ വേണം, സിംഗിൾ എൻട്രി സിസ്റ്റം പറ്റില്ല. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. എല്ലാ ആപ്ലിക്കബിലിറ്റി കുറഞ്ഞു. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ഇൻകം ടാക്സ് അതോറിറ്റി. ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഒരിക്കലും ഇത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന കാര്യം അക്സെപ്റ്റബിൾ അല്ല. കാരണം നമുക്ക് ഷെഡ്യൂൾ 3 പ്രകാരം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ്സ് തന്നിട്ടുണ്ട്, നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നോളജുള്ള ആൾക്കാർ മാത്രം ആണ് ഈ ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു യൂണിഫോമിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിംഗിൾ എൻട്രി സിസ്റ്റം ഒരിക്കലും റെക്കഗ്നൈസ്ഡ് അല്ലാത്തതുകൊണ്ട്, ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടും അതൊരിക്കലും അക്സെപ്റ്റബിളായിട്ട് അല്ലെങ്കിൽ ഈ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിറ്റക്റ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഇത് ഒരു പരിധി വരെ നമുക്ക് എറേഴ്സും ഫ്രോഡ്സും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അസറ്റ്സും ലയബിലിറ്റീസും അതുപോലെ ഇൻകംസും അതുപോലെ എക്സ്പെൻസുകളും നമ്മൾ റെക്കോർഡിക്കലാക്കാത്തത് കൊണ്ട്, അതായത് റിയൽ അക്കൗണ്ട്സും നോമിനൽ അക്കൗണ്ട്സും നമ്മൾ റെക്കോർഡിക്കലാക്കാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിൽ തന്നെ നടക്കുന്ന ഫ്രോഡ്സ് ഒരിക്കലും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇതിനൊക്കെ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ എറേഴ്സും ഫ്രോഡ്സൊക്കെ കണ്ടുപിടിക്കുന്നതിന്. അപ്പോൾ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ എറേഴ്സും ഫ്രോഡ്സും കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അത്രേ ഉള്ളൂ. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു
വാല്യൂ ദ ഗുഡ് വിൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ, നമുക്ക് എന്തോരം അസറ്റ്സ് ഉണ്ടെന്നോ എന്തോരം ലൈബിലിറ്റീസ് ഉണ്ടെന്നോ അതുപോലെ നമുക്ക് എന്തോരം ഇൻകംസ് ഉണ്ടെന്നോ എക്സ്പെൻസ് ഉണ്ടെന്നോ ഒന്നും അറിയാത്തത് കൊണ്ട് നമുക്ക് ഗുഡ് വില്ല് വാല്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ നമ്മൾ ആദ്യം മീനിങ് ആൻഡ് ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ഫീച്ചേഴ്സ് പറഞ്ഞു, ഇപ്പോൾ ഇതാ ലാസ്റ്റ് ലിമിറ്റേഷൻസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള അടുത്ത പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. അത്യാവശ്യം പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റാവുന്നിടത്തോളം പ്രോബ്ലംസ് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്തു പോവാം. അപ്പോൾ എല്ലാവരും ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴേ കുറച്ച് നേരത്തെ തൊട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ചെയ്ത് തുടങ്ങുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം.